ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് രേവതിയുടെ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുവാണ്. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ അമ്മ മരിച്ചു പോയതാന്നൊക്കെ പറയും. ഒത്തിരി നാളായതാണോ അദ്ദേഹം ചെറുതായിരുന്നപ്പോൾ മരിച്ചു പോയത്? അച്ഛനുണ്ടല്ലേ, അച്ഛൻ പിണങ്ങിയല്ലേ കഴിയുന്നത്, അതെന്താ മോൾ അച്ഛനുമായിട്ട് മിണ്ടാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ശ്രുതിക്കാണെങ്കിൽ ഇതിങ്ങനെ എല്ലാം കള്ളം പറഞ്ഞേക്കുന്നത് കൊണ്ട് ഇങ്ങനെ എല്ലാം കുത്തി കുത്തി ചോദിക്കുന്നതായിട്ടാണ് ശ്രുതിക്ക് തോന്നുന്നത്. എന്നിട്ട് പറയും ഇങ്ങനെ ഇപ്പോൾ രേവതിയുടെ കല്യാണം കാണണമെന്ന് രേവതിയുടെ അച്ഛന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, ആളിപ്പോൾ ഇല്ല, അങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. മോള് അച്ഛനുമായിട്ട് പിണങ്ങി നിൽക്കുവാണെങ്കിൽ അച്ഛനുമായിട്ട് എങ്ങനെയെങ്കിലും യോജിക്കാൻ നോക്കണം, അത് എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിയുടെ അമ്മ ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ശ്രുതിക്കാണ് ഇത് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ രേവതിയുടെ അമ്മയുടെ സംസാരമൊക്കെ. അങ്ങോട്ടേക്കാണ് വേഗം ചന്ദ്രമതി വരുന്നത്. അപ്പോൾ ചന്ദ്രമതി വരുമ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയും എന്നാൽ ശരി മോളെ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിയുടെ അമ്മ പോകുവാണ്. അതേസമയം ചന്ദ്രമതി ഒന്നിച്ചു എന്നതാ ഈ വന്ന് ചോദിക്കുന്നത്, ഒന്നിച്ച് പറയണ്ട, ഓരോന്ന് വന്ന് ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി പറയും. അപ്പോൾ ഇവറ്റകളൊക്കെ ഇങ്ങനെയാണ്, അവരൊക്കെ വരുമ്പോൾ മാക്സിമം ഒഴിഞ്ഞ് മാറിപ്പോക്കോ, രേവതിയുടെ അമ്മയുണ്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ട് വിളിച്ചതായിരുന്നു, ഇവരെയൊന്നും വിളിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരി മോളെന്നാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, മോള് പോയിട്ട് ശ്രുതിയുടെ റൂമിൽ പോയി ഇരുന്നു എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുവാണ്. രേവതിയുടെ ബന്ധുക്കളായിട്ടുള്ളവരും അങ്ങനെ കുറച്ച് പൂക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങ് വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇവർ വരുന്നൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചന്ദ്രമതി ഭാമയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവറ്റകൾ വരുന്ന കണ്ടില്ലേ, പൈസ ഉള്ളവരെ ഇല്ലാത്തവരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, കുറച്ച് തൊലിയുറപ്പും കുറച്ച് പൈസയൊക്കെ വേണം മനുഷ്യനായാലെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ശ്രുതിമോളെ പോലെയെന്ന് ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ ഭാമ ചോദിക്കുവാണ് ചന്ദ്രമതിയുടെ, അപ്പോൾ നീ മനുഷ്യൻ അല്ലേന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പറയും, നീ മേടിച്ചു കിട്ടുന്ന പൈസയൊന്നും ഉള്ളതല്ലല്ലോ, നീ ഇതെല്ലാം കടം മേടിച്ച് കൂട്ടിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയോട്. അപ്പോൾ ചന്ദ്രമതി ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ നീ എൻ്റെ തലയിലേക്ക് കയറിക്കോളാനും പറയുന്നുണ്ട് ഭാമയോട്. അവരുടെ അച്ഛമ്മ അന്വേഷിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് സച്ചി എന്തിയെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള മാലകളും എല്ലാ സാധനങ്ങളും ശ്രീകാന്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേ സമയത്തേക്ക് അപ്പോൾ ചോദിക്കുന്നുണ്ട്, വന്നവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ പറയുമ്പോഴത്തേക്കും രേവതിനെ വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നു രേവതി പോവണ്ട, രേവതിക്ക് ഇനി ഒരുങ്ങാനൊക്കെ ഇല്ലേന്ന് അവരുടെ അച്ഛമ്മ പറയും. അപ്പോൾ പറയും വേറൊരു ആളോട് പറയും നിങ്ങൾ പോയി അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ അവരുടെ അച്ഛമ്മ പറയുകയാണ്. എന്നിട്ടിപ്പോൾ ചന്ദ്രമതിയോട് ചോദിക്കും ശ്രുതി എന്ത് ചെയ്യുക, വന്ന പെണ്ണ് എന്ത് ചെയ്യും, ശ്രുതി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു സതി അപ്പോൾ സതി എന്ത് ചെയ്യുന്നതാണ് ചോദിക്കും. പറഞ്ഞു സതി എന്നല്ല പേര്, ശ്രുതി എന്നാണ്. അവൾ ശ്രുതിയുടെ റൂമിലുണ്ട്, അവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ അവർ രണ്ടുപേരുടെ കഥ അടച്ച റൂമിൽ കയറിയിരിക്കുന്നത്, അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയും. അപ്പോൾ വിളിക്കണോ എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ചോദിക്കുമ്പോൾ നീ പോയി വിളിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ ചന്ദ്രമതി റൂമിലേക്ക് വിളിക്കാൻ പോവാണ്. അന്നേരം ഇപ്പോൾ ശ്രുതി ഇറങ്ങി വരുവാണ്. അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്ക് രേവതിയോട് ഒരുങ്ങാൻ പറയും. അപ്പോൾ പറയും നീയല്ലേ പണ്ട് ചന്ദ്രമതിനെ 10 വയസ്സ് കുറച്ച് ഏതാണ്ടൊക്കെ മുഖത്ത് തേച്ച് ഒരുക്കിയത്, അതുപോലെ രേവതിനെ ഒന്ന് ഒരുക്കുക, പക്ഷേ 10 പൈസ കുറയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ, അവളപ്പോൾ ചെറിയ കുട്ടിയായി പോകും, വേണ്ട അവളെ നീ ഒന്ന് സുന്ദരിയാക്കി എല്ലാം ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിങ്ങനെ പറയാം. എന്നാൽ ശരി ഞാൻ റെഡിയാക്കിക്കോളാന്ന് പറയുന്നുണ്ട് ശ്രുതി. എന്നിട്ട് ശ്രുതിയും രേവതിയും കൂടെ റൂമിലേക്ക് പോകും. അപ്പോൾ രേവതിയുടെ റൂമിലേക്ക് പോയി ഒരുങ്ങാമെന്നും പറഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോൾ രേവതിയുടെ റൂമിലേക്ക് കയറാൻ തുടങ്ങി കഴിയുമ്പോഴാണ് രേവതി ഇറങ്ങുന്നത്. അയ്യോ അവിടെ ഒരു കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട്, എന്നാൽ നമുക്ക് അപ്പുറത്തെ റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും രേവതിയും കൂടെ അപ്പുറത്തെ റൂമിൽ പോയി ഒരുങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം രേവതി മുന്നം വന്നിട്ട് ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. മോൻ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മോൻ ഉറങ്ങി, കുഴപ്പമില്ല, ഇനി എന്തായാലും ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ മോളെ എന്നൊക്കെ ഈ ശ്രുതിയുടെ അമ്മ രേവതിയോട് പറയുന്നത്. അന്ന് അങ്ങനെ മതി ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേവതി ഇങ്ങനെ ശ്രുതി ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പം നല്ല സുന്ദരിയായിട്ടാണ് ഒരുക്കിയിട്ടിരുന്നത്, നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്, തല്ലിലും മുല്ലപ്പൂവൊക്കെ വെച്ച്. അതേസമയമാണ് ഈ സച്ചി കയറി വരുന്നത്. അപ്പോൾ സച്ചി വരുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നു നല്ല രസമുണ്ട് രേവതിനെ കാണാമെന്ന് പറയുന്നുണ്ട് ഒരുങ്ങിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും. സച്ചി വന്നിട്ട് രേവതിയുടെ വീട്ടുകാരോടൊക്കെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് സച്ചി റൂമിലേക്ക് പോയിട്ട് സച്ചിൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരുവാണ്. അതേസമയം അവരിങ്ങനെ കല്യാണം കഴിക്കാനുള്ള എല്ലാം റെഡിയായിട്ട് ഡ്രസ്സൊക്കെ മാറി രണ്ടുപേരോട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്.
സച്ചി വന്നു കഴിയുമ്പോഴത്തേക്ക് ശ്രുതിനെ കാണിക്കും. അപ്പോൾ ശ്രുതിനെ കാണുമ്പോഴത്തേക്ക് സച്ചു ഒരു ഫ്രോഡേ നീ എന്താ ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും അങ്ങനെയൊന്നും പറയല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവള് വലിയ ഫ്രോഡാണ് സച്ചി എല്ലാവരോടും പറയും. അപ്പോൾ അവരോട് പറയും അങ്ങനെയൊന്നും പറയരുത്, നിൻ്റെ ചേട്ടൻ കെട്ടാൻ പോകുന്ന ശ്രുതി കെട്ടാൻ പോകുന്ന പെണ്ണാണ് ശ്രുതി എന്ന് പറയുകയാണ്. അപ്പോൾ നീ എനിക്ക് ശ്രുതിനെക്കുറിച്ച് അറിയുമോ, അവൻ അതിലും വലിയ ഫ്രോഡാണ്. അപ്പം അങ്ങനെ അച്ഛൻ്റെ പെൻഷൻ കാശ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയും സമയമായി, വേഗം എല്ലാവരും റെഡിയാകുക, ഇതിനുള്ള സമയമാകുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ഫ്രോഡാന്നുള്ള കാര്യവും അതെ അവരും ഏതാണ്ട് ശ്രുതിയും അതേ സ്വഭാവമുള്ള ആളാന്നൊക്കെയാണ് ഈ സച്ചി പറയാൻ തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അപ്പോൾ അവരോട് കല്യാണത്തിനെല്ലാം റെഡിയായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ റെഡിയായിട്ട് ഇരിക്കുവാണ്. സച്ചിൻ രേവതിയും കൂടി ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കഥയിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലേക്ക് ശ്രുതിയുടെ അമ്മ വരുന്നതും ഒക്കെയാണ് നാളത്തെ കഥയിൽ കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.